എല്ലാവർക്കും കരുണപ്രിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാറല്ലേ ചെയ്യാറ്. അത് യൂസ് ചെയ്ത് തന്നെ നമുക്കൊരു മനോഹരമായ ചെടിച്ചട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോളിലെടുത്ത് അതിൻ്റെ ഹെഡ് ഭാഗം കട്ട് ചെയ്യുക. ഇനി കുറച്ച് ഹോൾസ് ഇട്ടെടുക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഗ്യാസും പിന്നെ ഒരു പപ്പടം കുത്തിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസൊന്ന് കത്തിച്ചു പപ്പടം കുത്തിയാണ് ഇതിൽ വെച്ച് മുറിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഹോൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ഭാഗം വരെ നമ്മൾ ഹോൾ ഇടാണ്ട് ഇങ്ങനെ ചുറ്റും അടിച്ച് പോകണം. ഇതും വരെ അതുവരെ നമ്മൾ ഹോൾ ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ ചൂടാകട്ടെ. ഇതമ്മയെ വെയിറ്റിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പുറത്ത് കുറച്ച് ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾസിന് വേണ്ടി. ഇതേപോലെ നമ്മൾ ചുറ്റും ഹോൾഡേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ പപ്പടം കുത്തി അല്ലെങ്കിൽ സോൾഡറിങ് ആയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ യൂസ് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള സാഹചര്യം വെച്ചിട്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ ലൂസ് കമ്പികളായാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും അത് തന്നെ യൂസ് ചെയ്യും. ഉള്ളതൊക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യാം. ചൂടാൻ വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഗ്യാസിന് പകരം മെഴുകുതിരി ആയാലും കുഴപ്പമില്ല. മെഴുകുതിരിയേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് ഇത് ഗ്യാസ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫുൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഹോൾസ് ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് പെയിൻ്റൊക്കെ അറിയാണ്ട് വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഈ ഹോൾസിൻ്റെ അകത്തോട്ടൊന്നും പോകുമ്പോഴല്ല ചിലപ്പോൾ ഇത് ഒട്ടിയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനായിട്ടുണ്ട്. നിങ്ങൾ ഇതാവാണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഹോൾസിൻ്റെ അകത്തോട്ടൊന്നും ഇതാക്കാൻ പാടില്ല. പുറത്ത് തന്നെ ഇങ്ങനെ അടിക്കണം. ഹോൾസിൻ്റെ അകത്തോട്ട് പോയാൽ പിന്നെ അത് അടഞ്ഞു പോകും. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോ ഹോളിലും കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ടർട്ടിൽ വെയിൻ കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടർട്ടിൽ വെയിന് പകരം കത്തോണിയായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് നിറയ്ക്കണം. ഞാനിപ്പോൾ ഇത് കുത്തിയിട്ട് മണ്ണ് നിറച്ചതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും ഇത് കുത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ ടർട്ടിൽ വെയിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതേപോലെ ഇനി നമുക്ക് ഈ ഹോളില്ലേ, ഹോളിൽ കൂടെ നമുക്ക് ഒരു സാധാ കയറ് കിട്ടും. അത് മേടിച്ചിട്ട് ഇപ്പോൾ കെട്ടാം. നമുക്ക് എവിടെയെങ്കിലും തൂക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ തൂക്കി ഇട്ടിട്ടുള്ള ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണിത്. ഇപ്പോൾ രണ്ട് സെയിം കുപ്പി തന്നെയാണ്. ഇതൊരു എണ്ണക്കുപ്പീൻ്റെ വല്ലിച്ചിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഒരു പാക്കറ്റ്. അപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് ഒരാഴ്ചക്കിലൊക്കെ തന്നു. അതൊക്കെ ഇത് 10 മണിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പല പല ഇങ്ങനത്തെ ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് വേറുന്നുണ്ട്. ഇത് തുണിക്കൊക്കെ ഇടാമോ, ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാം. ഇതേപോലെ നമ്മളെ പൈപ്പൊക്കെ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് അടുത്തൊരു സാധനം ഇടാനുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതാണ്. നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.